Super Hits 93.5 Red FM Voice Petition. വളരെ മോശമായ റോഡുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഓരോ ദിവസവും ഓരോരുത്തരുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അടുത്ത ബന്ധുക്കളിലേക്ക് ആവുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇത് എത്ര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത്. കൊച്ചിയുടെ റോഡുകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഒരു റോഡ് അപകടമെങ്കിലും ഉണ്ടാവാത്ത ഒരു ദിവസം പോലും കൊച്ചിയിലില്ല. നമ്മൾ ഇറങ്ങിയാൽ തന്നെ അറിയാൻ പറ്റും, എല്ലാ റോഡുകളും കുണ്ടും കുഴിയാണ്. അശാസ്ത്രീയമായി പണിയാൻ പാടില്ല എന്ന് പറയുന്ന അധികാരികളൊക്കെ തന്നെ പണിത റോഡുകളാണ്. അപ്പോൾ അതിൻ്റെ സ്ഥിതി അത്രയും പരിതാപകരമായ സ്ഥിതിയിലാണ് ഇപ്പോൾ കൊച്ചിയിലെ റോഡുകൾ കിടക്കുന്നത്. ശാസ്ത്രീയമായി പണിയാൻ അറിയാവുന്ന ആൾക്കാർ അത് പണിത് തെളിയിക്കുകയാണ് വേണ്ടത്. വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന രീതിയിലുള്ള താറുകൾ യൂസ് ചെയ്ത് ഇവിടുത്തെ റോഡുകൾ പണിയുന്നത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂസ്. അത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള റോഡുകളും നമുക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള റോഡുകളും നമുക്ക് തരേണ്ടത് ടാക്സ് അടയ്ക്കുന്ന ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. ഇങ്ങനെ റോഡിലൊക്കെ വീണ് അപകടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പൊതുമരാമത്ത് വകുപ്പിൽ അധികാരത്തിലിരിക്കുന്നവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ചലച്ചിത്ര മേഖലയിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് കുറ്റമായിട്ട് ആൾക്കാർ കാണുകയാണ്. പക്ഷേ അത് നമ്മൾ ഗതി കെടുമ്പോഴാണ് ആൾക്കാർ മുന്നിലേക്ക് ഇറങ്ങുന്നതെന്നുള്ളത് ആരും മനസ്സിലാവുന്നില്ല. ജയസൂര്യ എന്ന വ്യക്തിയായിട്ട് കാണാതെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പുള്ളി മുന്നിട്ട് ഇറങ്ങി ചെയ്തത്. അതൊരാൾ മുന്നിട്ടിറങ്ങി നമുക്കൊരു മാതൃക കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളി അത് ശാസ്ത്രീയമായി ചെയ്തില്ല എന്നുള്ള കുറ്റപ്പെടുത്തുമ്പോഴും അത് ചെയ്യേണ്ടവർ ചെയ്യാതിരുന്ന സമയത്താണ് അത് അങ്ങനെ ഒരാൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി അത് അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. അത് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മളത് തിരിച്ചറിയുള്ളൂ.